പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. വലിയ താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ താടി വളർത്തിയ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ ഞാൻ ഈ സ്ക്രീനിൽ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഗുജറാത്ത് പോലീസ് ഇപ്പോൾ ആന്റി റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിച്ചിരിക്കുകയാണ്. അതിൽ തീവ്രവാദികളെ പിടികൂടാനാണ് ഈ സെല്ല് രൂപീകരിച്ചത്. പക്ഷെ അതിന് തീവ്രവാദികളെ കണ്ടെത്താനുള്ള ചില അടയാളങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് താടി വളർത്തുക എന്നത്. താടിയുള്ള ആളുകളെ കണ്ടാൽ അത് തീവ്രവാദികളാണ്, തീവ്രവാദത്തിന്റെ അടയാളമാണ്, അവര് സംശയത്തിന്റെ മുന്നിൽ നിർത്തണം എന്നാ പറഞ്ഞത്. അത് വായിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ കോവിഡ് കാലത്തെ പ്രധാനമന്ത്രിയെ ഓർമ്മ വന്നത്. അന്ന് ബാർബർ ഷോപ്പുകളൊക്കെ അടവായത് കൊണ്ടാണോ എന്നറിയില്ല, പ്രധാനമന്ത്രി കുറച്ച് വലിയ താടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ ഗുജറാത്ത് പോലീസിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ടുവന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പുതിയതായി കൊണ്ടുവന്ന തീവ്രവാദികളെ തിരിച്ചറിയാൻ പറഞ്ഞ ഈ ഒരു അടയാളം, ഈ അടയാളത്തിന്റെ ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയും ഇപ്പോൾ ആ ഒരു ഇനത്തിൽ പെടുമോ എന്നത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ടാഗോറിന്റെ ഫോട്ടോയാണിത്. വലിയ താടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര സന്യാസിമാരാണ്. അപ്പൊ ഇവരെയൊക്കെ, അതായത് ഹിന്ദു മതത്തിലാണെങ്കിലും ക്രൈസ്തവ മതത്തിലാണെങ്കിലും ഒക്കെ ആ മതം ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ താടി വെക്കാറുണ്ട്. ഞാൻ എന്റെ സന്യാസിമാര് അധികം പേരും താടി വെച്ചവരാണ്. അപ്പൊ അങ്ങനെ ഒരു മതം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്ന ആളുകളെയൊക്കെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താനാണോ ഗുജറാത്ത് പോലീസ് ശ്രമിച്ചിട്ടുള്ളത്? പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് സംസ്ഥാനം ഭരിച്ച വ്യക്തിയാണ്. അവിടെയുള്ള പോലീസാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം ആദ്യം ഈ പോലീസ് തീരുമാനം എടുക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ടാഗോറിന്റെ ഈ ഫോട്ടോ, ഇവരെയൊക്കെ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തുകയാണോ? അതല്ല, ഇനി നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള താടി. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ താടി. ഈ താടിയാണോ യഥാർത്ഥത്തിൽ ഗുജറാത്ത് പോലീസ് പറഞ്ഞ താടി? അതല്ല, നേരത്തെ കണ്ട വലിയ താടിയാണോ? ഇതൊന്ന് നിർവചിക്കേണ്ടതുണ്ട്. അതായത് താടിയുടെ അളവ് എത്രയാണ്, തീവ്രവാദിയാകാൻ എത്ര അളവാണ്? ഇതൊക്കെ ഒന്ന് വിശദീകരിക്കുമ്പോഴല്ലേ പോലീസുകാർക്ക് ഇത് കണ്ടെത്താൻ ഒന്നുകൂടെ സൗകര്യമാവുകയുള്ളൂ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഖം മറക്കുക, നിക്കാബ് ധരിക്കുക. ഇത് തീവ്രവാദത്തിന്റെ അടയാളമാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എത്ര പേരെയാണ് തീവ്രവാദത്തിന്റെ പേരിൽ പിടിച്ചത്? എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു മതം അനുസരിച്ച് ജീവിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം, അതായത് മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ നിക്കാബ് ധരിക്കാറുണ്ട്. മതം ഒന്നുകൂടെ സൂക്ഷ്മമായി അനുകരിക്കുന്ന ആളുകളൊക്കെ നിക്കാബ് ധരിക്കാറുണ്ട്. എന്നാൽ ആ നിക്കാബ് മുസ്ലിങ്ങൾ ധരിക്കുന്ന നിക്കാബ് എന്നാണോ ഗുജറാത്ത് പോലീസ് ഉദ്ദേശിച്ചത്? അതല്ല, ഇതുപോലെ മുഖം മറക്കുന്ന ആളുകളെയും ഈ നിയമത്തിന്റെ ഉള്ളിൽ അവരും വരുമോ എന്നത് ഗുജറാത്ത് പോലീസ് ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അതല്ല, നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമാണെങ്കിൽ ഈ പോലീസുകാരെ എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്? അതാ മതത്തിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ പോരെ. ഇന്ന മതത്തിലുള്ള ആളുകളാണെങ്കിൽ എന്നാൽ പിന്നെ അവർക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ID പ്രൂഫുകൾ നോക്കിയാൽ തന്നെ തീവ്രവാദികളെ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. മാത്രമല്ല, ഇതുകൊണ്ടൊന്നും നിർത്തിയിട്ടില്ല. അറബി പദങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും തീവ്രവാദികളാണ്. അതുകൊണ്ട് ഇനി എല്ലാവരും ഡിക്ഷണറി നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. കാരണം നിങ്ങൾ ഹോട്ടലിൽ പോയി വല്ല ഷവർമ എന്നോ അൽഫാം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ അറബി പദങ്ങളാണ്. ഒരുപക്ഷെ ഗുജറാത്ത് പോലീസ് നിങ്ങളെ കണ്ടാൽ പിന്നിൽ വന്ന് കോളർക്ക് പിടിച്ച് പൊക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഡിക്ഷണറി എടുത്ത് ഇത് അറബിയാണോ അല്ലേ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും 1-2 സമയം കണ്ണടി എടുത്ത് നോക്കി നിങ്ങൾക്ക് താടി വളരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തീവ്രവാദികളുടെ പട്ടികയിൽ അത്തരം അടയാളമുള്ള ആളുകളായിട്ട് നമ്മുടെ ഗുജറാത്ത് കോടതി മുദ്ര കുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഈ സെല്ലിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചല്ലേ പ്രതികളെ പിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഓരോ തസ്തികകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മാന്യതയോടുകൂടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനാധിപത്യം, അതുപോലെ മതേതരത്വം, ഇതൊക്കെ ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ ഭരണഘടന അത് ഉയർത്തിപ്പിടിക്കാനും അതിന് ബഹുമാനവും അതിന് സ്ഥാനവും നൽകുന്ന രീതിയിലായിരിക്കണം ഇത്തരം ആളുകളൊക്കെ പ്രവർത്തിക്കേണ്ടത്. ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഭരണഘടനയെങ്കിലും ഒന്ന് ബഹുമാനിക്കണമെന്നാണ് അവരോടൊക്കെ പറയാനുള്ളത്.